അനിവാര്യമായും ചികിത്സ വേണ്ട സവിശേഷ മാനസിക നിലയിലാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷവും അവരുടെ ജിഹ്വയായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളും ഇപ്പോഴെത്തി നിൽക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു കാലം അവരുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. 7.5 കൊല്ലമായി കേരളത്തിൽ അധികാരമില്ല. 10 വർഷത്തോളമായി കേന്ദ്രത്തിലും അധികാരമില്ല. ഇത്തരമൊരവസ്ഥ ചരിത്രത്തിൽ ആദ്യമായാണ് കോൺഗ്രസിന് നേരിടേണ്ടി വരുന്നത്. അധികാരമില്ലാതെ അരനിമിഷം ജീവിക്കാനാവാത്ത പ്രത്യേക ഇനത്തിൽപ്പെട്ടവരാണ് കോൺഗ്രസ് എന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഈ പ്രത്യേക സാഹചര്യത്തിൽ എല്ലായ്പ്പോഴും മാനസികാവസ്ഥയുടെ പ്രത്യേകത വിളംബരം ചെയ്യുന്നവരായി അവർ മാറിയിട്ടുണ്ട്. ഇത് കുറേയൊക്കെ മാധ്യമങ്ങളെയും ബാധിച്ചിരിക്കുകയാണ്. ഒന്നുമില്ലാതെ വരുമ്പോൾ പുതിയ വിവാദ സാധ്യത തേടിയുള്ള അന്വേഷണം ഇപ്പോഴെത്തി നിൽക്കുന്നത് ശബരിമലയിലാണ്. ശബരിമല ദക്ഷിണേന്ത്യയിലെ ഏറ്റവും കൂടുതൽ തീർത്ഥാടകരെത്തുന്ന ഒരു ആരാധനാലയമാണ്. എല്ലാ കാലത്തും മണ്ഡലകാലം ഭക്തജനത്തിരക്കേറിയ അനുഭവങ്ങൾ കൊണ്ട് ശബരിമല സമ്പന്നവുമാണ്. ഇതൊരു പുതിയ കാര്യമല്ല. മണ്ഡലകാലത്ത് പ്രത്യേകിച്ച് മകരവിളക്കിനോടനുബന്ധിച്ചെല്ലാം 10,000-കണക്കിന് ഭക്തരാണ് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി ഒഴുകിയെത്തുന്നത്. ഇവരെയെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരിടമല്ല ശബരിമല. അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾക്ക് ചില്ലറ അസൗകര്യങ്ങൾ, മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന കാത്തിരിപ്പ്, ഇതൊക്കെ എല്ലാ കാലത്തും ഉള്ളതുമാണ്. എന്നാൽ പ്രതിപക്ഷവും മാധ്യമങ്ങളും ചില ദുഷ്ടബുദ്ധികളും ചേർന്ന് ശബരിമലയിൽ ഇപ്പോൾ പുതിയതായി എന്തോ സംഭവിച്ചിരിക്കുന്നു എന്ന നിലയിലാണ് പ്രചരണം. ഇപ്പോൾ തിരക്ക് കൂടുതലാണ്, നിയന്ത്രണ സംവിധാനങ്ങളില്ല, പോലീസുകാരുടെ എണ്ണം കുറവാണ്, മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ടി വരുന്നു, ക്യൂ നിന്ന് ക്ഷീണിക്കുന്നു തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട ആരോപണങ്ങൾ. എന്നാൽ ഏതു കാലത്താണ് ശബരിമലയിൽ ഭക്തജനങ്ങളുടെ നീണ്ട ക്യൂ ഇല്ലാതിരുന്നത്? ഏത് കാലത്താണ് ജനത്തിരക്കില്ലാതിരുന്നത്? മണിക്കൂറുകൾ ക്യൂ നിന്ന് കുഴഞ്ഞു വീണത്? ശബരിമല ദർശനം നടത്താനാവാതെ പാതി വഴിയിൽ മടങ്ങേണ്ടി വന്നത്? ഇതെല്ലാം ചിലർ തിരഞ്ഞുപോയി. അവർ സോഷ്യൽ മീഡിയയിൽ ഇക്കാര്യങ്ങളെല്ലാം ഓർമ്മിപ്പിച്ചു. അപ്പോൾ ഏറ്റവും വലിയ പ്രയാസത്തിലായത് മനോരമയാണ്. മനോരമ തന്നെ ഇന്നലകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്തകൾ ശബരിമലയിലെ നിയന്ത്രണ സംവിധാനങ്ങൾ പാളിയതിനെക്കുറിച്ച്, കുഴഞ്ഞു വീണ ഭക്തജനങ്ങളെക്കുറിച്ച്, തിക്കിലും തിരക്കിലും പെട്ട് പരിക്കേറ്റവരെക്കുറിച്ച് എന്നു വേണ്ട ഇന്നലകളിലെ വാർത്തകൾ മനോരമയെ തിരിഞ്ഞുകുത്തി. അവസാനം ലജ്ജാരഹിതമായി മനോരമ ആ പഴയ വാർത്തകളെല്ലാം നീക്കം ചെയ്യുന്നതിൽ ഏർപ്പെട്ടു. ഇത് എന്തുതരം മാധ്യമ പ്രവർത്തനമാണ്? ഇന്നലെ പറഞ്ഞത് ഇന്നത്തെ നുണകൾക്ക് മറുപടിയായി വായനക്കാർ ഉയർത്തി കാണിക്കുമ്പോൾ കുത്തിയിരുന്ന് അത് നീക്കം ചെയ്യേണ്ടി വരിക. മാധ്യമ പ്രവർത്തനത്തിന് ഇങ്ങനെയും ഒരു മുഖമുണ്ട് എന്ന് മനോരമ കാണിച്ചു തരികയായിരുന്നു. മനോരമ ഓർക്കണം, ഇത് പഴയ കാലമല്ല. പച്ചക്കള്ളവുമായി ഇറങ്ങുമ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ മുൻകാലങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ തന്നെ നിങ്ങൾക്ക് മറുപടി പറയേണ്ടതായി വരും. അധികം ജീവനക്കാരെ നിയോഗിച്ച് കുത്തിയിരുന്ന് നീക്കം ചെയ്യിച്ചാലും ജനങ്ങൾ സത്യം കണ്ടെത്തുക തന്നെ ചെയ്യും.